ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൊടുന്നതെല്ലാം ഭസ്മാവും. ഏതാഘോഷം എവിടെ നടന്നാലും അവിടെ എല്ലാം എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അയ്യോ, ഇത് എടുത്തേക്ക് ഞാൻ മേടിച്ച ഗിഫ്റ്റാ. ഓ, ഇതുവരെ കിട്ടിയ ഗിഫ്റ്റൊക്കെ തന്നെ ധാരാളം. നീ ആ ഡ്രസ്സ് തന്നപ്പോ മുതല് ഞാനും അനൂപേട്ടനും തമ്മിൽ വഴക്ക് തുടങ്ങി. അത് പിന്നെ അങ്ങനെ ആണല്ലോ. നെല്ലിശ്ശേരി വീട് ഇവളൊരു വഴിയാക്കി. ഇനിയിപ്പൊ ഇവിടെ എന്തൊക്കെയാവുന്ന ആർക്കറിയാം. അയ്യോ, മീരേ, മോളെ അയ്യോ മീരേ, അയ്യോ മോളെ ഓടി വന്നേ. ഇതെന്താ പറ്റി? മോളെ മീരേ, എന്താ പറ്റടി? മുടി എടുക്ക. അനുവേ, അമ്മേ എഴുന്നേക്ക്. അമ്മേ, മോളെ മീരേ, കേട്ടോ മോളെ, കുറച്ച് വെള്ളം ഇങ്ങെടുത്തിട്ട് വാ. പെട്ടെന്ന് മീരേ, 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 അമ്മേ കണ്ണു തുറക്ക്. മോളെ മീരേ, എടി കണ്ണു തുറക്ക് മോളെ. മീരേ, മീരേ, എന്റെ ദൈവമേ. അച്ഛമ്മേ, ഒന്നുമില്ല മോളെ. മീരേ, മീരേ, മോളെ കണ്ണു തുറക്ക്. മോളെ മീരേ, എന്താ ഇവിടെ ഉണ്ടായത്? മീരയുടെ മുടി ഈ ഫാനിൽ കുരുങ്ങി. നീ എന്തേ കാണിച്ചത്? ഈ ഫാനിന്റെ അടുത്ത് നിന്നിട്ടാണോ മുടി ഉണക്കുന്നത്? ഇവിടെ ഹെയർ ഡ്രയർ ഇരിപ്പില്ലേ? എന്തായാലും ജീവൻ അപകടമൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഇവള് എന്റെ മുറിയിലേക്ക് കയറി വന്നതുകൊണ്ടാ ഈ അപകടം ഉണ്ടായത്. ഞാനോ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്തിനാ വേറെ ചെയ്യുന്നേ? ആ വലത് കാലം എടുത്ത് കുത്തിയാ മതിയല്ലോ. ആ ഡ്രസ്സ് സമ്മാനമായിട്ട് തന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പതേ വേറൊരു സമ്മാനമായിട്ട് വന്നിരിക്കുന്നു. എന്നെ കൊല്ലാനാണോ നീ എന്റെ മുറിയിലേക്ക് കയറി വന്നത്? മീരേ, നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? ഇവളെന്ത് തെറ്റ് ചെയ്തു? അവന്തികയല്ലേ നിന്റെ കൂടെ നിന്നത്? അയ്യോ, ഞാനിങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാ അർച്ചന മീരയ്ക്ക് എന്തോ കൊണ്ടുവന്നത്. ഇവളെവിടെ ചെന്നാലും അവിടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും. നെല്ലിശ്ശേരി വീട് മുഴുവൻ ഇഞ്ച പരുവാക്കിയിട്ടാ ഇവളിങ്ങോട്ട് കയറി വന്നത്. അത് മീര പറഞ്ഞത് ശരിയാ. നെല്ലിശ്ശേരിയിലും ഇവിടെയും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായി.
അതൊന്നും എന്തായാലും വെറുതെ സംഭവിച്ചതല്ല. ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതും വെറുതെ ഒന്നുമല്ല. മതി. അവന്തിക ഇങ്ങോട്ട് വന്നത് എന്റെ മോളെ കുറ്റപ്പെടുത്താനാണോ അതോ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി കൂടാനാണോ? ആ, നെല്ലിശ്ശേരിയിൽ വെച്ച് നീ ഇവളെ പരമാവധി ഉപദ്രവിച്ചു. ഇവൾ അവിടെ നിന്ന് പോകാൻ തന്നെ കാരണം നീയാ. ആരൊക്കെ അവളെ കുറ്റപ്പെടുത്തിയാലും എന്റെ മോളുടെ കുഞ്ഞിനെ എന്തു ദോഷം വന്നാലും അത് ഞാനങ്ങ് സഹിച്ചു. വരുന്നത് എന്തായാലും ഞങ്ങൾ അനുഭവിച്ചോളാം. അതിന്റെ പേരിൽ എന്റെ മോളെ ആരും കുറ്റപ്പെടുത്തരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. സത്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് കുറ്റമെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പിന്നെ ഫാനിൽ മുടിയൊരുങ്ങി എത്രയോ പേര് ദാരുണമായി മരിക്കുന്നു. എന്തായാലും മീര രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. മീര, ഞാൻ പോവാ. കണ്ടില്ലേ ഓരോരുത്തരും ഇറങ്ങി പോകുന്നത്? ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷം വേണ്ടെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ? നിങ്ങളുടെ പെങ്ങളുള്ള ഈ വീട്ടില് ഒരു നല്ല കാര്യം നടക്കില്ല. മാൻഡ്രേക്കിന്റെ ജന്മമല്ലേ, തൊട്ടാ തൊടുന്നതെല്ലാം ഭസ്മാവും. ഏതാഘോഷം എവിടെ നടന്നാലും അവിടെ എല്ലാം എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. മോനെ, ഇനി ഒരു അക്ഷരം മിണ്ടിയ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിറക്കി വിടും. ഇവിടെ എന്റെ കൂടപ്പുറപ്പാ. ഇവിടെ ഇനി നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ പിന്നെ നീ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലെ ഉണ്ടാവില്ല. അനൂപേ, ഇതിനേക്കാൾ ഭേദം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതാ. എന്നാ ഇറങ്ങി പോടി. എന്തിനാ ഇരിക്കുന്നേ? നിന്നെ പോലെ ഒരുത്തി എന്റെ ഭാര്യയായിട്ട് എനിക്ക് ഇനി വേണ്ട. ഇറങ്ങിപ്പോ. നല്ല ഒരു ദിവസമായിട്ട് ഈ ചടങ്ങ് അലങ്കോലപ്പെട്ടു പോയല്ലോ മോളെ. ഒരു നിസ്സാരമായ കാര്യത്തിനാണോ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? ഇവള് കാരണം എന്റെ ജീവൻ ഇപ്പൊ പോയേനെ. നിനക്ക് പറ്റിയ അബദ്ധത്തിന് ഉത്തരവാദിത്തം ഇവളുടെ തല കെട്ടിവെക്കാന്ന് നോക്കണ്ട. ഇവൾ എന്റെ മോളാ. ഇവളെ എനിക്കറിയാം.